നാട്ടിൻപുറങ്ങളിലെയും വനഭൂമികളിലെയും ചെറുതും വലുതുമായ ജലാശയങ്ങൾ, എങ്ങും പരന്നുകിടക്കുന്ന കായലും നദികളും അവയുടെ കൈവഴികളും. ജീവന്റെ ഇത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തലമുറകളുടെ ആവശ്യമാണ്. ഭൂമിയുടെ നനവറിഞ്ഞ ജനപ്രതിനിധിയാണ് ശ്രീമാൻ ശശി തരൂർ. നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളയായണി കായലിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും കായൽ അളന്ന് തിട്ടപ്പെടുത്തുകയും അനധികൃത കയ്യേറ്റങ്ങൾ തടയുകയും ഒരു ടൂറിസം കുടിവെള്ള ദ്വിമുഖ പദ്ധതിയായി വെള്ളയായണി കായൽ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രസ്തുത പദ്ധതിക്കായി 50 ലക്ഷം രൂപ ധനസഹായം നേടിയെടുക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകര ചെങ്കൽ പഞ്ചായത്തിലെ വലിയകുളം ജലാശയം വൃത്തിയാക്കി ഒരു ശുദ്ധജല സ്രോതസ്സായി വികസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്തു. വേളിയാക്കുളം കായൽ ദേശീയ കായൽ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.56 കോടി രൂപ അനുവദിപ്പിച്ചു. കാർഷിക മേഖല പരിമിതമായി വരുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY പദ്ധതിയുടെ കീഴിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ കീഴ്ക്കൊല്ല ഏലായിൽ സമഗ്ര കാർഷിക വികസനത്തിനായി ആശാരികുളം പുതുക്കിപ്പണിഞ്ഞ് ജലസംഭരണി വൃത്തിയാക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 66.91 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുകയും കാരോട് ഗ്രാമപഞ്ചായത്തിലെ വെങ്കുളം ജലാശയം സംരക്ഷിച്ച് സമീപ പ്രദേശത്തെ നെൽകൃഷി സംരക്ഷിക്കുന്നതിനുമായി 90 ലക്ഷം രൂപയും അനുവദിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷം മുമ്പ് കടലിനോട് ചേർന്ന ഗ്രാമങ്ങൾ ഒരു തുള്ളി കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന കാഴ്ചയായിരുന്നു. തീരദേശ നിവാസികൾക്ക് കുടിവെള്ളം ഇല്ലായാണ് വലിയ ഒരു പ്രശ്നം. അവർക്കിത് ചിലപ്പോൾ ദൂരത്ത് പോയിട്ട് അവർക്ക് കൊണ്ടുവരേണ്ടി വരും, ചിലപ്പോൾ അവർ പൈസ ചിലവാക്കിയിട്ട് വെള്ളം മേടിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യം എൻ്റെ MP ഫണ്ട് വഴിക്ക് 15 ലക്ഷം ചിലവാക്കിയിട്ട് ഒരു പുതിയൊരു ട്യൂബ്വെൽ കെട്ടാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാൻ കൊള്ളാത്ത വെള്ളമായിരുന്നു. അതുകൊണ്ട് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഒരു വലിയൊരു പദ്ധതി 35 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം കമ്പനിയും കൂടി ഒരുമിച്ച് തീരുമാനിച്ചിട്ട് ഇറക്കി. അതുവഴിക്ക് ഇപ്പോൾ വിഴിഞ്ഞം, കോവളം, പൂവാറി എല്ലാ പ്രദേശത്തിൽ നമ്മൾക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല വൃത്തിയുള്ള ഒരു കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീരദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ സാമൂഹ്യ സുരക്ഷാ നിധിയിൽ നിന്നും 36 കോടി രൂപയുടെ വൻ പദ്ധതി നടപ്പാക്കി.